ഗൂഗിളിന്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇനിയും ചാറ്റ് GPT കാലമാണെന്ന് നിങ്ങൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടാവും. ചാറ്റ് GPT വന്നിട്ട് കുറേ കാലമായെങ്കിലും ഇപ്പോഴും നമ്മളെപ്പോലുള്ള ആളുകൾ വലിയ രീതിയിൽ ചാറ്റ് GPT യൂസ് ചെയ്യുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ട്രേഡിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചാറ്റ് GPT യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഒരു സ്വിംഗ് ട്രേഡർ, ഒരു ഓപ്ഷൻ ട്രേഡർ ചാറ്റ് GPT എങ്ങനെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ ഒരു ചാർട്ട് കൊടുത്തിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ്, സപ്പോർട്ട്സ്, അതിൻ്റെ എൻട്രി പോയിന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, ഈ സ്റ്റോക്കിൽ സ്വിങ്ങിന് എൻട്രി എവിടെ എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, ഇങ്ങനെയുള്ള A to Z കാര്യങ്ങൾ ചാറ്റ് GPT നമുക്ക് പറഞ്ഞു തരും. സ്വിങ്ങിന് എടുക്കേണ്ട സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങളൊരു ഓപ്ഷൻ ട്രേഡർ ആണെങ്കിൽ നിഫ്റ്റിയുടെയോ ബാങ്ക് നിഫ്റ്റിയുടെയോ ഒക്കെ ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് റെസിസ്റ്റൻസ്, സപ്പോർട്ട്, മാർക്കറ്റ് ബീറിഷ് ആണോ ബുള്ളിഷ് ആണോ, ഏത് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യണം, ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജി എന്താണ് യൂസ് ചെയ്യേണ്ടത്, അതിന് എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ആ ഒരു സ്ട്രാറ്റജിക്ക് ചെയ്യേണ്ടത് എന്ന് തുടങ്ങി A to Z കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ചാറ്റ് GPT ആണ്. ഇപ്പോൾ ചാറ്റ് GPT ട്രേഡിങ്ങിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒന്നാമത്തെ മെത്തേഡ്, നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാറ്റ് GPTനെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ചാറ്റ് GPT പോലൊരു ടൂള് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒരു സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ട് അതിനുശേഷം ആ സ്റ്റോക്ക് ഭയങ്കരമായിട്ട് താഴെ വന്നു. നമ്മളെപ്പോഴും എല്ലാവരും ലൈവൊക്കെ വരുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഈ സ്റ്റോക്ക് ഞാൻ ഹോൾഡ് ചെയ്യണോ അതോ ഞാൻ വിറ്റ് ഒഴിവാക്കണോ അതോ ആവറേജ് ചെയ്യണോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതുപോലെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് കരുതുക. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ ചാറ്റ് GPTയോട് ചോദിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഞാൻ ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 800 രൂപയ്ക്ക് അല്ലെങ്കിൽ 900 റുപ്പീസിനാണ് ടാറ്റ മോട്ടോഴ്സ് വാങ്ങിയത്. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ പോയി, ഞാൻ എന്ത് ചെയ്യും എന്നറിയില്ലാതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ പറയുന്ന ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ചാർട്ട് ഡൗൺലോഡ് ചെയ്യുക, നേരെ ചാറ്റ് GPTക്ക് കൊടുക്കുക. ചാറ്റ് GPTയോട് നമ്മൾ ചോദിക്കാമാണ്, ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ചോദിക്കുകയാണ്, ഞാൻ 1000 ക്വാണ്ടിറ്റി വാങ്ങി, 900 രൂപ ഉണ്ടായിരുന്നപ്പോഴാണ് 1000 ക്വാണ്ടിറ്റി വാങ്ങിയത്, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചാറ്റ് GPT എന്ത് ആൻസറാണ് എനിക്ക് തരുന്നത് എന്ന് നോക്കാം. എല്ലാവർക്കും ഉള്ള പ്രോബ്ലമാണ് നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ചാറ്റ് GPTയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കി, ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണെന്ന് പറഞ്ഞു, ലോവർ ലോ സ്ട്രക്ചറിൽ പോവാണ്, കറണ്ട് സപ്പോർട്ട് ലെവൽ ഇനിയുള്ളൊരു സപ്പോർട്ട് 750-770 റേഞ്ചിലാണെന്ന് പറയുന്നുണ്ട്. കീ ലെവൽസ് എന്ന് പറയുന്നത് 730 മുതൽ 750 സോണാണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 800 to 820 ആണ് എന്ന് പറയുന്നുണ്ട്. റീസെൻ്റ്ലി ഹയർ വോളിയം ആക്ടിവിറ്റി 750 ഭാഗത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വാട്ട് ക്യാൻ യു ഡു, ഞാനിപ്പോൾ എന്ത് ചെയ്യണം? ഇഫ് യു വാണ്ട് ടു ഹോൾഡ്, നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ 730 എന്ന് പറയുന്നത്, ഹോൾഡ് ദ പൊസിഷൻ ആസ് ലോങ് ആസ് സ്റ്റോക്ക് സ്റ്റേ എബവ് 730 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യൂ. അല്ല 720 താഴത്തോട്ട് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് എക്സിറ്റ് അടിച്ചോളൂ എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല 800-820 വരെ നിങ്ങൾക്കൊരു ടെമ്പററി ബൗൺസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പാർഷ്യലി ഈ ഒരു സ്റ്റോക്കിനെ ബുക്ക് ചെയ്ത് നിങ്ങളുടെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യാം എന്നുകൂടി അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇഫ് സ്റ്റോക്സ് ബ്രേക്ക് ഡൗൺ ട്രെൻഡ് സസ്റ്റെയിൻ എബോവ് 820 വിത്ത് സ്ട്രോങ് വോളിയം, അങ്ങനെ പറയുകയാണെങ്കിൽ അതായത് ഈ സ്റ്റോക്ക് 820 മുകളിൽ ഒരു സ്ട്രോങ് വോളിയത്തിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാനും സാധിക്കും. എത്ര അടിപൊളിയായിട്ടുള്ള ഉപദേശമാണ്. നിങ്ങൾ ആരോട് ചോദിച്ച് ഇത്ര നല്ലൊരു ഉപദേശം തരും? ഒരു സ്വിംഗ് ട്രേഡർക്ക് നിങ്ങളുടെ സ്റ്റോക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ലോങ് ടൈം ട്രേഡർക്ക് നിങ്ങളുടെ സ്റ്റോക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റോക്കും ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് ചാറ്റ് GPT നിങ്ങൾക്ക് പറഞ്ഞു തരും. രണ്ടാമതായിട്ട് ഒരു ഓപ്ഷൻ ട്രേഡർ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ എങ്ങനെയായിരിക്കും ഫിൽട്ടർ ചെയ്യുക? ചാർട്ടിംഗ് പോലുള്ള ചില വെബ്സൈറ്റുകൾ ഉപയോഗിച്ച്, സ്ക്രീനേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ട്രേഡ് ടോക്സിൻ്റെ ഒരു സ്ക്രീനർ ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്വിംഗ് ട്രേഡിംഗ് സ്ക്രീനറാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീനറിൽ കുറേ സ്റ്റോക്കുകൾ ഇപ്പോൾ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെയിറ്റെയിൻ ട്രാവൽ ടെക്നോളജീസ്, ഇൻഡിഗോ റെമഡീസ്, ഇന്ത്യ ബുൾസ്, അങ്ങനെ കുറേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നും എടുത്തുകൊണ്ട് ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് നോക്കുന്നതാണ് എല്ലാ സ്റ്റുഡൻസും പൊതുവേ ചെയ്യാറ്. എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ വന്നിരിക്കുന്ന സ്റ്റോക്കിനെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ട് എടുത്ത് ആ ചാർട്ട് ഡൗൺലോഡ് ചെയ്ത് ചാറ്റ് GPTക്ക് കൊടുത്തിട്ട് എൻട്രി ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ ചോദിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർ സിമെൻ്റ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർ സിമെൻ്റ് എന്ത് ചെയ്യും, നേരെ ട്രേഡിംഗ് വ്യൂ പോവും, സ്റ്റാർ സിമെൻ്റ് ചാർട്ട് എടുക്കുന്നു. ഇതേപോലെ തന്നെ സ്റ്റാർ സിമെൻറ്റിൻ്റെ ചാർട്ട്, നമ്മുടെ ഡ്രോയിങ് ഒന്നും വേണ്ടല്ലോ ചാറ്റ് GPTക്ക്. അപ്പോൾ സ്റ്റാർ സിമെൻറ്റിൻ്റെ ചാർട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ചാറ്റ് GPTക്ക് കൊടുക്കാനായിട്ട് പോവാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ചാറ്റ് GPTയോട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ചോദിക്കാൻ പോവാണ്, ക്യാൻ യു സജസ്റ്റ് എ സ്വിംഗ് ട്രേഡിംഗ് എന്ന് ചോദിച്ചാൽ എന്താണ് പറയുക എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചാർട്ട് ഡൗൺലോഡ് ചെയ്തു, എന്നിട്ട് സ്വിംഗ് ട്രേഡിങ്ങിന്
അനാലിസിസ് ചെയ്യാനാണ് പറയുന്നത്. സപ്പോർട്ട് ലെവൽസ്, ഫർദർ റെസിസ്റ്റൻസ് ലെവൽ, ട്രെൻഡ് അനാലിസിസ്, ട്രെൻഡ് എന്താണ്, റീസെൻറ്റ് ബൗൺസ് എവിടെ നിന്നാണ് തുടങ്ങിയത്, വോളിയം അനാലിസിസ്. അതുമാത്രമല്ല ഒരു സ്വിംഗ് ട്രേഡിംഗ് പ്ലാനും എനിക്ക് പറഞ്ഞു തരാണ്. നോക്ക് എന്ത് അടിപൊളിയായിട്ടാണ് സ്വിംഗ് ട്രേഡിംഗ് പ്ലാൻ പറഞ്ഞു തരുന്നത്. എൻട്രി കണ്ടീഷൻ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാണ്. എവിടെയാണ് ബൈ സോൺ? 217 കറണ്ട് പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഇവിടെ ബൈ ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ ചെറിയൊരു ഡിപ്പ് കിട്ടി 212, 215 ലെവലിൽ നമ്മൾ എൻട്രി ചെയ്തോളൂ. ഫസ്റ്റ് ടാർഗറ്റ്, ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് 225 വരെയും, ഒരു സെക്കൻഡ് ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ ടാർഗറ്റ് 225 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 240 വരെയും, സ്റ്റോപ്പ് ലോസ് 205 എന്ന് പറയുന്ന ലെവൽ വെക്കാനും ഇവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാണ്. ഇതിനേക്കാൾ വലുത് നമുക്ക് എന്താ വേണ്ടത്? ഒരു ട്രേഡർക്ക് ഇതിനേക്കാൾ വലുതായിട്ട് എന്താ വേണ്ടത്? സ്ക്രീനറിൽ സ്റ്റോക്ക് നോക്കുന്നു, ChatGPTക്ക് ഇമേജ് കൊടുക്കുന്നു, എൻട്രിയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കണ്ടുപിടിക്കുന്നു, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് റിസ്ക് റിവാർഡ് ഉണ്ട്. ട്രേഡ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? പാർഷ്യലി ബുക്ക് എവിടെയെങ്കിലും ചെയ്യണോ? എത്ര അഡീഷണൽ ടിപ്സ് എന്തൊക്കെയുണ്ട്? ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഇതിൻ്റെ കൂടെ നോക്കണം? ഹോൾഡിംഗ് പീരീഡ് എത്ര വേണം? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത്രയും കാര്യം മതിയല്ലോ ഒരു സ്വിംഗ് ട്രേഡർക്ക് വിജയിക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പോർട്ട്ഫോളിയോയിലുള്ള എല്ലാ സ്റ്റോക്സും എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു തരും. മാത്രമല്ല നിങ്ങൾ എടുക്കാൻ പോകുന്ന സ്റ്റോക്സിൻ്റെ കൃത്യമായിട്ടുള്ള ലെവലുകൾ പറഞ്ഞു തരും. ഇത്രയും കാര്യം വെച്ച് ഏതൊരു സ്വിംഗ് ട്രേഡറിനും അടിപൊളിയായിട്ട് സക്സസ് ആകാനായിട്ട് പറ്റും. സോ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ് ഇട്ടിരിക്കുന്നത്. സോ ഒരു ബിഗിനർ, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇതൊരു അക്യുമുലേഷൻ കഴിഞ്ഞിട്ട് ലോ ബ്രേക്ക് ചെയ്തു എന്നൊക്കെ മനസ്സിലാകുമെങ്കിലും ഒരു കംപ്ലീറ്റ് ബിഗിനറിന് ഇതൊന്നും മനസ്സിലാവില്ല. കുറേ ക്യാൻഡിൽ അങ്ങോട്ട് പോകുന്നു, കുറേ ക്യാൻഡിൽ ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു കംപ്ലീറ്റ് ബിഗിനർ ഈ രീതിയിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഒരു ചാർട്ട് എടുത്ത് സ്ക്രീനിൽ വയ്ക്കുകയാണ്. നമ്മുടെ tradingview.com ഉപയോഗിച്ച് ചാർട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ചാർട്ട് ഇവിടെ ഇട്ടു. എന്നിട്ട് ഇവിടെ ഈ ക്യാമറയുടെ പടം കണ്ടല്ലോ, ഈ ക്യാമറയുടെ പടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗൺലോഡ് ഇമേജ് ഞെക്കിക്കഴിഞ്ഞാൽ ആ ഇമേജ് ഡൗൺലോഡ് ആവും. അതിനുശേഷം നേരെ ChatGPTയിൽ വരിക. ഇത് chatgpt.com പോവുക. ഈ ഒരു പേജിൽ നിങ്ങൾ വരും. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അറ്റാച്ച് ഫയൽസ്. ChatGPTയുടെ ഫ്രീ വെർഷനിൽ വളരെ ലിമിറ്റഡ് ആക്സസേ ഉള്ളൂ എങ്കിലും മന്ത്ലി ഒരു $20 കൊടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ പ്രീമിയം വെർഷൻ നിങ്ങൾക്ക് കിട്ടും. പ്രോ വെർഷൻ $200 ആണ്. അതിൻ്റെ ആവശ്യമില്ല. ഒരു $20 ഒരു വെർഷനൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ ഫ്രീ വെർഷനിൽ തന്നെ കിട്ടും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്ത് ചെയ്യുക? നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ്സ് കിടക്കുന്നത് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എക്സ്പ്ലെയിൻ ദ കറണ്ട് ട്രെൻഡ് യൂസിങ് വൈക്കോഫ് ഓർ അതർ മെത്തേഡ്സ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വൈക്കോഫ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് മെത്തേഡാണ് വൈക്കോഫ്, സിമാറ്റിക്സ് എന്നൊക്കെ പറയുന്നത്. അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു വൈക്കോഫ് വളരെ ഈസി ആയിട്ട് നമുക്ക് ChatGPT ചെയ്ത് തരുന്നത് കാണാൻ പറ്റും. ഒരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് വൈക്കോഫ് തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം. ഡൗ തിയറി ആണെങ്കിലും വൈക്കോഫ് ഒക്കെ ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ കൊടുക്കുന്ന ഇമേജിൻ്റെ കൂടെ അടിച്ചു കൊടുത്ത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ തരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. വൈക്കോഫ് മെത്തേഡ് അനാലിസിസ് വെച്ച് അവർ പറയുകയാണ് അക്യുമുലേഷൻ ഫേസ് ആണ്. ചാർട്ട് ഷോസ് എ ക്ലിയർ അക്യുമുലേഷൻ ഫേസ് ഏർലിയർ പാർട്ട് ഓഫ് ദി ഇയർ വിത്ത് ലോവർ വോളറ്റിലിറ്റി ആൻഡ് സം ഹൊറിസോണ്ടൽ പ്രൈസ് മൂവ്മെൻറ്റ്. നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയിൽ എന്തുണ്ടായിരുന്നു? ഒരു ഹൊറിസോണ്ടൽ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ലോ ബ്രേക്ക്, മാർക്കപ്പ് ഫേസ് ഒക്കോട്ട്. വളരെ കൃത്യമായിട്ട് എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ഫേസിനെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. കറണ്ട് ഫേസ് എന്താണ്? ഡൗൺ ഫേസ് അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നാണ് അവർ പറയുന്നത്. സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഡിസ്ട്രിബ്യൂഷൻ റേഞ്ചിൻ്റെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കീ റെസിസ്റ്റൻസ് എവിടെയൊക്കെയാണ് എന്നാണ് പറയുന്നത്. 49,500 മുതൽ 50,000 വരെയുള്ള സോൺ ഒരു കീ റെസിസ്റ്റൻസ് ലെവലും ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 48,000 ലെവലും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 47,000 ലെവൽ വരെയൊക്കെ പോകും എന്നാണ് ChatGPT നമ്മളോട് പറയുന്നത്. ഏത്? ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടുകൊണ്ടാണ് പറയുന്നത്. എത്ര അടിപൊളിയായിട്ടാണ് ചാർട്ട് പറയുന്നത്. നിങ്ങൾ നോക്ക്, 48,000 47,000 വരെയൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലാണ് അവർ ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായിട്ട് എക്സ്പേർട്സും പറയുന്ന ലെവൽസ് അത് തന്നെയാണ്. ഇനി അതല്ല, സിമ്പിൾ ട്രെൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള നോർമൽ ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിലും ചാർട്ട് എന്താണ്? ഡൗൺ ട്രെൻഡ് പാറ്റേണിലാണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ChatGPTയോട് ചോദിച്ചു, ഓക്കെ മാർക്കറ്റ് ബീറിഷ് ആണല്ലോ, എങ്കിൽ എനിക്കൊരു മന്ത്ലി ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മന്ത്ലി ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മന്ത്ലി അയൺ കോണ്ടോറും എവിടെയൊക്കെയാണ് എൻട്രി എന്ന് വരെയാണ് അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. ഏതൊക്കെ ലെവൽസ് സെല്ല് ചെയ്യണം,
ചെയ്യണം, ഏതൊക്കെ ലെവൽസ് ബൈ ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്ക് ഏത് ലെവലിലാണ് നമ്മൾ അയൺ കോണ്ടോർ ചെയ്യേണ്ടത് എന്നുള്ളത്, എൻട്രി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, എത്ര ദിവസം മുമ്പാണ് എൻട്രി ചെയ്യേണ്ടത്, ഇംപ്ലൈൻഡ് വോളറ്റൈലിറ്റിനെ കുറിച്ചിട്ട്, റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചിട്ട്, ഒരു ട്രേഡിൽ എത്ര റിസ്ക് എടുക്കണം, എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, അങ്ങനെ A to Z കാര്യങ്ങൾ വളരെ കൃത്യം, എക്സിറ്റ് ക്രൈറ്റീരിയ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ആൾട്ടർനേറ്റീവ് ഒരു അയൺ കോണ്ടോർ അല്ലെങ്കിൽ നമുക്കൊരു ബിയർ പുട്ട് സ്പ്രെഡ് അല്ലെങ്കിൽ ബുൾ പുട്ട് സ്പ്രെഡ് ചെയ്യാം എന്നും അവർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്ന് നമ്മൾക്ക് നമ്മുടെ എൻട്രി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലെ വലിയ മൂവ്മെൻറ്റ്സും RBIയുടെ അനൗൺസ്മെൻറ്റ്സും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് പറഞ്ഞു തന്നു, ഓപ്ഷൻ ട്രേഡറിന് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി കൂടി പറഞ്ഞു തന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് കൊടുത്തു നോക്കിയാലോ. ഈ നിഫ്റ്റിയുടെ ചാർട്ട് ഇതുപോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഡൗൺലോഡ് ചെയ്തു, അതിനുശേഷം ChatGPTയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, വൈക്കോഫ് ആൻഡ് അതർ മെത്തേഡ്സും അതുപോലെ തന്നെ വീക്കിലി ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി കൂടി പറഞ്ഞു തരാനായിട്ട് പറയുകയാണ്. അപ്പോൾ അനാലിസിസ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ വീക്കിലി സ്ട്രാറ്റജി കൂടി പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത് 1 hour ചാർട്ടാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതേ രീതി തന്നെ ഏതാണ് റെസിസ്റ്റൻസ്, ഇനിയുള്ള അടുത്ത റെസിസ്റ്റൻസ് 23,400ഉം 23,500 ആണ്, താഴത്തുള്ള സപ്പോർട്ട് 22,800 എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വോളിയം അനാലിസിസിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ RSI ഒക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. ഇനിയും അത് നമ്മൾ ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജി, റിസ്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബിയറിഷ് സ്ട്രാറ്റജിയാണ് ഈ മാർക്കറ്റിൽ ഉപയോഗിക്കേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്താണ് മാർക്കറ്റ്, എന്താണ് ഒരു ഡൗൺ സൈഡ് പോവുകയാണ്. ഡൗൺ സൈഡ് പോകുന്ന മാർക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, റിസ്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ബിയറിഷ് സ്ട്രാറ്റജി ഉപയോഗിക്കണം. ഓപ്ഷൻസിൻ്റെ കുറച്ച് ബേസിക്സ് അറിയുന്ന ആൾക്കാർക്ക് ഇത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ OTM കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യണം, ദെൻ ഹെഡ്ജ് ചെയ്യണം. 23,300 സെല്ല് ചെയ്തുകൊണ്ട് 23,500 എന്ത് ചെയ്യണം, ബൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടും, എത്ര ലോസ് കിട്ടും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഷോർട്ട് സ്ട്രാഡിൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. 23,000 കോളും 23,000 പുട്ടും വെച്ച് ഷോർട്ട് സ്ട്രാഡിലിനെ കുറിച്ച് പറയുന്നുണ്ട്. റേഞ്ചിനെ കുറിച്ചിട്ടും എത്ര സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ നമ്മുടെ വിക്സ് എത്ര, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഇവന്റുകൾ എന്തൊക്കെയാണ് എന്നുകൂടി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ട്രേഡിങ്ങിൽ നിങ്ങൾ ഇനിയും ChatGPT പോലെയുള്ള അഡ്വാൻസ് ടൂളുകൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആണ്. നിങ്ങൾ അടുത്ത ലെവലിലോട്ട് ഒരിക്കലും വരില്ല. കാലം ഓടുമ്പോൾ നെടുകെ ഓടണം എന്ന് പറയുന്നത് പോലെ തന്നെ പുതിയ ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. ChatGPT ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ പഠിപ്പിച്ചത് സ്വിംഗ് ട്രേഡിങ്ങിൽ എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിൽ, പൊസിഷണൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഈ ChatGPT എങ്ങനെ യൂസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ്. പ്രാക്ടീസ് ചെയ്യുക. ആദ്യമേ തന്നെ പോയിട്ട് ട്രേഡ് ചെയ്യാതെ ഇതിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അടുത്ത ലെവലിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ.